യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഈ നിയോഗ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുവാണ്. ഓരോ ദിവസവും ദൈവാനുഗ്രഹത്താൽ ഒത്തിരി നന്നായി പോകുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന, വചനം പറയുന്ന നമുക്കും അതറിയാൻ പറ്റും. ഈ വചനം ഒരുപാട് പേർക്ക് അനുഗ്രഹമാകുന്നുണ്ടെന്ന്, സഹായകമാകുന്നുണ്ടെന്ന്, ഒരനുഗ്രഹമായി തീരുന്നുണ്ടെന്ന് പ്രസംഗിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്കും അറിയാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകുന്നുണ്ട്. നന്ദിയോടെ ഓർക്കുവാണ് എല്ലാവരെയും. ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമുള്ള ദിവസമാണ്, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ലഭിക്കട്ടെ. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, ഓരോ യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ സകലരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചേ കർത്താവായ യേശുവേ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും, ഞാനായിരിക്കുന്ന അവസ്ഥയെയും, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും തലമുറകളെയും ശുശ്രൂഷകളെയും എൻ്റെ ഇടവകയെയും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെയും നാലതിരുകളെയും ഓരോ മുറികളെയും കയറി വരുന്ന വഴികളെയും എൻ്റെ വാഹനങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ തന്നെ നയിക്കണമേ. ഈ വചനം കേൾക്കാൻ ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, യുവതി യുവാക്കളുണ്ട്, കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അയച്ചു കൊടുത്ത് ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവർ ദൈവവചനം ഇന്ന് പങ്കുവച്ച് കൊടുക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. അനുഗ്രഹമാണത്, ഭാഗ്യമാണത്, അത് ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 24-ാമത്തെ വാക്യം. അവർ കഫർനാമിലെത്തിയപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിൻ്റെ അടുത്തു വന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ടാക്സ് ഒന്നും കൊടുക്കുന്നില്ലേ, നികുതി കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ടാക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഗുരു ടാക്സ് അടയ്ക്കുന്നില്ലേ, ദേവാലയ നികുതിയൊന്നും അടയ്ക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഉവ്വ് അടയ്ക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ യേശു ചോദിച്ചു, ശിമയോനെ, നിനക്കെന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ആരിൽ നിന്നാണ് നികുതിയോ ചുങ്കമോ പിരിക്കുന്നത്? 27-ാമത്തെ വാക്യം. എങ്കിലും ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആരോടാ പറഞ്ഞത്? ശിമയോനോടാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കാം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ സാമ്പത്തികം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് യൂദാസാണ്. സത്യം പറഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ട ഡ്യൂട്ടി, ഉത്തരവാദിത്വമൊക്കെ അദ്ദേഹത്തിനാണ്. യേശു അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ചോദ്യം വരുമ്പോൾ യേശു പറയേണ്ടത് ശിമയോൻ പത്രോസിനെ വിളിച്ചല്ല. സത്യം എൻ്റെ ഒരു ചിന്ത പറയുവാണ്, യൂദാസിനോടാണ് പറയേണ്ടത്, നീ ടാക്സ് അടച്ചില്ലേ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നോ എന്ന് ചോദിക്കും. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന ആളുടെ കടമയാണത്. പക്ഷേ പത്രോസിനോടാണ് യേശു പറഞ്ഞത്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കണം. എന്താ ചെയ്ത്? 27-ാമത്തെ വാക്യം. നീ കടലിൽ പോയി ചൂണ്ടയിടുക. അടയ്ക്കാൻ വേണ്ടി കടലിൽ പോയി ചൂണ്ടയിട്ടാൽ എങ്ങനെയാ? മീനൊക്കെ വിറ്റിട്ടായിരിക്കുമോ? ഇനി കുറേ പ്രാവശ്യം ചൂണ്ടയിട്ട് മീൻ പിടിച്ച് കുറച്ച് കിലോ മീൻ കിട്ടുമ്പോൾ അത് പട്ടണത്തിൽ കൊണ്ടുപോയി കൊടുത്ത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായ തുറക്കണം. ആ വാ തുറക്കുമ്പോൾ അതിനകത്തൊരു നാണയം നീ കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. ഞാനാണെങ്കിൽ
ഒരിക്കലും അത് വിശ്വസിക്കാൻ പോലും തയ്യാറാകത്തില്ല. മീനിൻ്റെ വായിൽ എങ്ങനെയാ നാണയം വരുന്നത്? മീനിൻ്റെ വായ്ക്കകത്ത് എങ്ങനെയാണ് നാണയം ഉണ്ടാവുന്നത്? അതെങ്ങനെയാണ് ചൂണ്ടയിടുമ്പോൾ കടലിൻ്റെ അടിയിൽ കിടക്കുന്ന ആ മത്സ്യത്തിൻ്റെ വായിൽ തന്നെ നാണയം ഉണ്ടാകുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? ഞാൻ ചൂണ്ടയെടുക്കാൻ പോകില്ല, ചൂണ്ടയിടാനും പോകില്ല, മത്സ്യത്തിൻ്റെ വാ തുറക്കാൻ പോകില്ല. പക്ഷെ ഇവിടെ ഒരു അത്ഭുതമുണ്ട്. ശിമയോൻ പത്രോസ് അതിനെതിരെ മുറുമുറുക്കുകയോ പിന്നെ മീൻ്റെ വായിൽ എങ്ങനെയാ നാണയമെന്ന് ചോദിക്കുകയൊന്നും ചെയ്തില്ല. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിനക്കുള്ള നന്മയെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് പറയാനായതിങ്ങനെ ഡീറ്റെയിലായിട്ട് പറഞ്ഞത്. നമ്മളാണ് ചിന്തിക്കില്ലേ, കടലിൻ്റെ അടിയിലെ മത്സ്യത്തിൻ്റെ വായിൽ നാണയം എങ്ങനെയായിരിക്കുന്നത്? വയറിനകത്ത് നാണയം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മീൻ കുറേ നീ ചൂണ്ടയിട്ട് ഒരു 10-100 മീനിനെ പിടിച്ചുകൊണ്ട് വിറ്റ് അതിൻ്റെ പൈസ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഇത് മീനിൻ്റെ വായുടെ അകത്ത് നാണയമുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരുപക്ഷെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓർത്ത് നിങ്ങൾക്കുള്ളൊരു അനുഗ്രഹമായിട്ടായിരിക്കും ഈ ശുശ്രൂഷയെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചത്. നിങ്ങൾക്കുള്ളൊരു അനുഗ്രഹം ഈ ശുശ്രൂഷയിലായിരിക്കും. ആ ടാക്സ് അടയ്ക്കാനുള്ളൊരു നാണയം ആ മീനിൻ്റെ വായിലാണ് വച്ചിരുന്നത്. ദൈവം എനിക്കുള്ള ഒരു നന്മയെ, എനിക്കൊരു പുതിയ വാതിൽ തുറക്കുന്നത്, ഒരു വഴി തുറക്കുന്നത്, ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത്, ദൈവം നിനക്കുള്ളൊരു നന്മയെ ഒളിച്ചു വച്ചിരിക്കുന്നത് ഈ നിയോഗ പ്രാർത്ഥനയിലാണെങ്കിലോ, അല്ലെങ്കിൽ ദിവസവും കേൾക്കുന്ന ഡെയിലി ബ്ലെസ്സിങ് എന്ന വചനത്തിലൂടെയാണല്ലോ. ദൈവം നിനക്കുള്ള നന്മയെ ഒരുക്കി വച്ചിരിക്കുന്നതാ ഈ ശുശ്രൂഷ. നിന്റെ കുടുംബത്തിൽ എന്തൊക്കെയോ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാനുണ്ട്. അതെങ്ങനെയും തട്ടിത്തെറിപ്പിച്ചില്ലാതാക്കാനാ പിശാചിൻ്റെ തത്രപ്പാട്. സാത്താൻ മുഴുവൻ പണിയെടുക്കുന്നത് നിനക്ക് കിട്ടാനുള്ള വിജയം നിന്റെ അടുത്തെത്താതിരിക്കാനാണ്. ആ അനുഗ്രഹം നീ അനുഭവിക്കാതിരിക്കാൻ അതിനെ എങ്ങനെയും തട്ടിത്തെറിപ്പിച്ചില്ലാതാക്കണം. അതുകൊണ്ട് വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ സമയമില്ല. ഓട്ടടാ ഓട്ടം, തിരക്കോട് തിരക്ക്. പ്രിയരെ, ഈ ശുശ്രൂഷയിൽ നിനക്കുള്ളൊരു അനുഗ്രഹമുണ്ട്. നിൻ്റെ കുടുംബത്തിനുള്ളൊരു വിടുതലുണ്ട്. ആ മീനിൻ്റെ വായിൽ ഒരു നാണയം, അത് തുറന്നെടുക്കണം, ചൂണ്ടയിട്ട് പിടിക്കണം. ഇച്ചിരി പണിയുണ്ട്, ചെന്നപാടെ അത് കിട്ടത്തില്ല. ചൂണ്ടയിട്ട് കാത്തിരിക്കണം, കുറച്ച് പണിയെടുക്കണം, കുറച്ച് അധ്വാനിക്കണം. ചിലപ്പോൾ ഇച്ചിരി നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും, കുറച്ചു നേരം പ്രാർത്ഥിക്കേണ്ടി വരും, വചനം കേൾക്കേണ്ടി വരും. പക്ഷെ അതിലൂടെ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ നിൻ്റെ കൈകളിൽ വരും. നാളെക്കുറിച്ച് ആകുലതയോ വ്യഗ്രതയോ ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എന്നെ കരുതുന്നൊരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചേ. എനിക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കി വച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചേ. എനിക്ക് വേണ്ടി ചിലതിനെ ദൈവം ചില സ്ഥലങ്ങളിൽ, ചില വ്യക്തികളിൽ ഒക്കെ ഒരുക്കി വച്ചിട്ടുണ്ട്. നല്ലത്, നന്മയായിട്ടുള്ളത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കില്ലേ, പിന്നെ മത്സ്യത്തിൻ്റെ വായിലല്ലേ നാണയം ഇരിക്കുന്നത്, പിന്നെ എനിക്കിത് പഠിച്ചിട്ട് ജോലി കിട്ടാൻ പോവല്ലേ, പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവല്ലേ, പിന്നെ ഇതൊക്കെ എങ്ങനെ ശരിയാകാനാണ്? നമ്മളങ്ങനെ ചിന്തിക്കുമ്പോഴല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാ അനുഗ്രഹത്തെ കണ്ടവർ. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പാദങ്ങളെ ചലിപ്പിച്ചവരും പ്രവർത്തിച്ചവരും മുന്നോട്ട് പോയവരുമാ അനുഗ്രഹങ്ങളെ കണ്ടവർ, അനുഗ്രഹങ്ങളെ അനുഭവിച്ചവർ. അല്ലാതെ ഉറങ്ങി വിശ്രമിച്ചവരും പിറുപിറുത്തവരും വിമർശിച്ചവരും കളിയാക്കിയവരും അല്ല. ദൈവം കരുതിയ കരുതലിനെ കണ്ടത്, ദൈവം സ്നേഹിച്ച സ്നേഹം കണ്ടത്, ദൈവം കാണിച്ച കാരുണ്യത്തെ കണ്ടത്. ഹല്ലേലൂയ. നിയോഗ പ്രാർത്ഥനയുണ്ടല്ലോ, ദൈവം നിന്നോട് കരുണ കാണിക്കുന്ന ശുശ്രൂഷയാണ്. ദൈവം നിന്നെ സ്നേഹിക്കുന്ന ശുശ്രൂഷയാണ്. ദൈവം നിന്നെ കരുതുന്നത് മനസ്സിലാക്കുന്ന ശുശ്രൂഷയാണ്. അതാ ഒരു ദൈവത്തിൻ്റെ കരുതൽ ശിമയോൻ പത്രോസ് കണ്ടു. ദൈവത്തിൻ്റെ കരുതൽ, ഇതുപോലൊരു കരുതൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ വീടിനെക്കുറിച്ചും എൻ്റെ പിള്ളേരുടെ കാര്യം എന്തു ചെയ്യും? ദൈവത്തിൻ്റെ കരുതലിലുണ്ടത്. ദൈവത അനുഗ്രഹമാക്കി മാറ്റും, ദൈവത കൃപയാക്കി മാറ്റും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിനക്കുള്ളൊരു വലിയ നന്മയെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ചില മനുഷ്യർ നിനക്ക് അനുഗ്രഹമാണ്, ചില ശുശ്രൂഷകൾ നിനക്ക് അനുഗ്രഹമാണ്, ചില പ്രാർത്ഥിക്കുന്ന മനുഷ്യർ നിൻ്റെ കൂടെയുള്ളത് നിൻ്റെ അനുഗ്രഹമാണ്. അതൊക്കെ ചില അനുഗ്രഹങ്ങളെ തുറന്നെടുക്കാൻ നിനക്കത് കാരണമാവും. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച, വ്യാഴം, വെള്ളി ഇവിടുത്തെ ശുശ്രൂഷകൾ അനുഗ്രഹമായിട്ട് പോകുന്നുണ്ട്.
ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങൾ കണ്ണൂർ ജില്ലയിലെ കോട്ടൂർ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള കോട്ടൂർ CST ആശ്രമത്തിൽ 3 ദിവസം വൈകുന്നേരം കൺവെൻഷനാണ്. വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെ ആ ദേശത്തുള്ളവർ, കണ്ണൂർ ദേശത്തുള്ളവർ, ഏകദേശം ഈ സ്ഥലത്തിനടുത്തുള്ള ചെമ്മന്തൊട്ടി, നടുവിൽ, പുലിക്കുരുമ്പ, ചെമ്പേരി, വായാട്ടുപറമ്പ്, ചുണ്ടപ്പറമ്പ്, ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ആ ഏരിയയുമായി അടുത്തുള്ളത്. അവിടേക്കുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അറിയിപ്പായി കേൾക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആ ദേശത്തിനടുത്തുണ്ടെങ്കിൽ വരാൻ പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന് 3 ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം. നിയോഗ പ്രാർത്ഥന എടുത്ത് കയ്യിൽ വയ്ക്കാമോ? നിയോഗം എഴുതി വെച്ചെന്നിട്ട് അതിന്മേൽ വിശ്വാസത്തോടെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഇന്ന് കേട്ട വചനം ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് കേട്ട വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്നു. നിയോഗ കൊന്തയുണ്ടെങ്കിൽ കയ്യിലെടുത്ത് പിടിക്കാം. 1-ാമത്തെ മുത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിച്ച്, നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 1-ാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. 2-ാമത്തെ നിയോഗത്തെ ഓർത്തെ കർത്താവെ, അതിൽ അത്ഭുതം നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നസ്രായനായ എൻ്റെ യേശുവേ, ഞാൻ എഴുതി സമർപ്പിച്ച ഈ 2-ാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. നസ്രായനായ യേശുവേ, ഈ നിയോഗ പ്രാർത്ഥനയിൽ കേട്ട വചനത്തിലൂടെ എൻ്റെ ആവശ്യത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. 30 പ്രാവശ്യം പ്രാർത്ഥിക്കണം. സമയമുള്ള സമയത്ത് ശ്രദ്ധയോടെ നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിലുണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സുരക്ഷിത കരങ്ങളിൽ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ, മൂപ്പെത്താത്ത മരണം, ചതിയിൽ നിന്നും വഞ്ചനയും നിരാശ ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്തരത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ സകല തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശരീരത്തെ അകവും പുറവും കാത്തുകൊള്ളണമേ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും തരണമേ. നല്ല ഭവനം തരണമേ. നല്ല ജോലി തരണമേ. സമാധാനമുള്ള അന്തരീക്ഷം തരണമേ. അകന്നു നിൽക്കുന്നവർ ചേർന്ന് വരണമേ. പുതിയ പുതിയ കാര്യങ്ങൾ തുടക്കമിടാൻ കാരണമാകണമേ. ചതിയിൽ ചെന്ന് ചാടാതിരിക്കാൻ ഞങ്ങൾക്ക് കരുതൽ നൽകണമേ. ഒരു നഷ്ടവും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ ഇടയാകണമേ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഈ കുടുംബത്തിൽ നിറയട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ 3 ദിവസങ്ങളിൽ കോട്ടൂർ ആശ്രമത്തിൽ നടക്കുന്ന കൺവെൻഷൻ അനുഗ്രഹമാക്കണമേ. അതിൽ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിലും 91-ാം സങ്കീർത്തനത്തിൻ്റെ വാഗ്ദത്ത അനുഗ്രഹത്തിലും സംരക്ഷണയിലും ദൈവത്തിൻ്റെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യം എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ.